Hello guys, welcome back to yet another video review of Big Boss Season 7 episode number 63. അങ്ങനെ ഇന്ന് ലാലേട്ടൻ സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു. പക്ഷെ ഇന്ന് വലിയ രണ്ട് അനീതികൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു അനീതിയെ ഇന്ന് പുറത്തു വന്നിട്ടുള്ളൂ. അതെന്താണെന്ന് നമുക്ക് വൈകാതെ പറയാം. അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി വീക്കായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിൻ്റെ ഒരു ഓവറോൾ അനാലിസിസ് ഉണ്ടായിരുന്നു. ഫാമിലി വീക്ക് നടന്നതിന് ശേഷം പലരുടെയും ഫ്രണ്ട്ഷിപ്പുകൾ വീണുടഞ്ഞു, പലരുടെയും ഗെയിം മാറി മറിഞ്ഞു, പലരും ഉറ്റ ശത്രുക്കളായി മാറാൻ വരെ സാധ്യതയുള്ള തരത്തിലോട്ടേക്ക് ഗെയിം വഴുതി മാറി. ഇതൊക്കെയാണ് ഫാമിലി വീക്ക് കൊണ്ട് ഉണ്ടായിരിക്കുന്ന കുറച്ച് ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇരിക്കെ ഇന്ന് എപ്പിസോഡ് തുടക്കത്തിൽ ബിഗ് ബോസിന്റെ കുറ്റവും കുറവുകളും ഗുണങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടസ്റ്റൻസിന്റെ അടുത്ത്. അതിൽ അക്ബർ പറഞ്ഞൊരു പോയിന്റ് വളരെ കറക്റ്റാണ്. ബിഗ് ബോസ് എപ്പോഴും പറയും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ വായ കൊണ്ട് പറയിപ്പിക്കും, നിങ്ങൾക്ക് സമാധാനമായി ഇരുന്നൂടെ, നല്ല രീതിയിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാം. ബിഗ് ബോസിന് തന്നെ അറിയാം, അവിടെ പോയിരുന്നിട്ട് കഞ്ഞിയും പയറും വെച്ചിരുന്ന് നല്ല സംഭാഷണവും നടത്തി നല്ല രീതിയിൽ ആൾക്കാർ സംസാരിക്കുകയാണെങ്കിൽ ഒരാളും ഈ പരിപാടി കാണില്ല. ബിഗ് ബോസിന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അതുമാതിരിയുള്ള നെഗറ്റിവിറ്റി കാണാൻ അല്ലെങ്കിൽ തലക്ക് സ്വൈര്യമില്ലായ്മ കാണാൻ ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് ആൾക്കാരാണ്. അതിലുള്ള കച്ചറ, വഴക്ക്, അതൊക്കെ തന്നെയല്ലേ നിങ്ങൾ പ്രോമോ ഉണ്ടാക്കിയിട്ട് വെട്ടിമുറിച്ച് ആൾക്കാരുടെ മുന്നിലോട്ടേക്ക് ഇട്ട് തരുന്നത്. അല്ലാതെ അതിലത്തെ നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ നിങ്ങൾ ഇട്ട് തരുന്നത്. 99% നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന സംഭവം അതാണ്. അപ്പോൾ അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്. എന്നിട്ട് നിങ്ങളെ വർത്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇരട്ടത്താപ്പ് തന്നെയാണ്. അതെന്തായാലും അക്ബർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വീക്കിന് ശേഷം നമ്മുടെ ആര്യനും ജിസലും ഉറ്റ ശത്രുക്കളായി. ശത്രുക്കൾ എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ഭയങ്കര വലിയ രീതിയിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ഇവർ തമ്മിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം പോയി, സ്വയം അവരിൽ തന്നെ വിശ്വാസം ഇല്ലാത്ത രീതിയിലൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ ഒനീൽ അതിൻ്റെ ഇടയിൽ കടന്നിട്ടുള്ള കുത്തിത്തിരിപ്പ്, ഒനീൽ അതിൻ്റെ ഇടയിൽ കാണിച്ചിരിക്കുന്ന കുത്തിത്തിരിപ്പ്, അതായത് ഒനീൽ അക്ബറിനെ എക്സ്പോസ് ചെയ്യാന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ഒനീൽ സ്വയം എക്സ്പോസ്ഡ് ആയി. പക്ഷെ എന്തായാലും എക്സ്പോസ്ഡ് ആയത് ഒനീലിനെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഇന്നത്തെ ദിവസത്തോടു കൂടി ഒനീലിന്റെ ചീട്ട് കീറി. ഒനീൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതായത് സംസാരിക്കാനും നല്ല ഡയലോഗ് അടിക്കാനും അത്യാവശ്യം കാര്യവിവരങ്ങളൊക്കെ ലോക വിവരങ്ങളൊക്കെ ഒനീലിനുണ്ട്. ഒനീലൊക്കെ ഇപ്പൊ 63-ാമത്തെ ദിവസം ഔട്ടായി പോയപ്പോൾ ഞാൻ കഴിഞ്ഞ സീസണിൽ എടുത്ത് വെച്ചിരിക്കുന്ന ജിൻഡോ എന്ന് പറഞ്ഞ അണ്ണന്റെ ഒക്കെ ഒരു ലെവൽ എന്താണെന്ന് ആലോചിച്ചു പോവാണ്. ഇതുപോലുള്ളൊരു തോൽവി വിന്നർ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ബിഗ് ബോസിനോട് തന്നെ പുച്ഛം തോന്നിപ്പോയ ഒരു സീസണായിരുന്നു കഴിഞ്ഞത്. അത്രയും വലിയ ദുരന്തം. ഒരു 2 വാക്ക് കൂടി സംസാരിക്കാൻ പറ്റാത്ത ഒരാളെ അയാൾക്കൊക്കെ വോട്ട് ചെയ്ത ആൾക്കാരെ സമ്മതിക്കണം. നിങ്ങളെ നിലവാരം തന്നെ ചോദ്യം ചെയ്യേണ്ട തരത്തിലാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമ്മുടെ അനിമോള്, വാഴ എന്ന സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ഉണ്ടാക്കി വെക്കുന്ന നമ്മുടെ സാബുമാൻ, ഇവനൊക്കെ സേവ് ആയിട്ടുണ്ട്. എന്തിനാണെന്ന് എന്തിനോ എന്ന് പറയേണ്ടി വരും. എന്തിനാ സേവ് ആയതെന്ന് സാബുമാനും അറിയില്ല, നമുക്കും അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിയിലാണ് ഉള്ളത്. അതുപോലെ ഒനീൽ ഔട്ടായി പോയപ്പോൾ ഒനീൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഒനീൽ ശരിക്കും നല്ലൊരു ഇതാണ്. പക്ഷെ ഗെയിമിൽ ഇറങ്ങിച്ചെന്ന് വേറൊരു ഫയർ ബ്രാൻഡായി മാറുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അത് സാഹചര്യങ്ങളും കൂടി ഉരുത്തിരിഞ്ഞ് വരുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ശരിയായി കിട്ടുക. അപ്പോൾ അതിനുള്ള ഭാഗ്യം ഒനീലിന് ഉണ്ടായിട്ടില്ല. ഒനീൽ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഒനീലിൻ്റെ മദറൊക്കെ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം. അപ്പോൾ ഒനീൽ എന്തായാലും സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് പോയത്. അതുപോലെ ജിസയിലും ഔട്ടാണ്. അത് നാളെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദിലല്ല ഔട്ട്, ജിസയിലാണ്. അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞതാണ്. പക്ഷേ നാളത്തെ എപ്പിസോഡ് കൂടി നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളെന്ന് വെച്ചാൽ അതൊക്കെയാണ്. നാളെ ലാലേട്ടൻ വന്നിട്ട് ജിസൈലിനെ ചീട്ട് കീറും. ആര്യൻ്റെ കുറേ ഷോ ഉണ്ടാവും. അപ്പോൾ അതോടുകൂടി അതിൻ്റെ പരിപാടി എന്തായാലും കാര്യം ഒരു നിലപാടായിട്ടുണ്ട്. ജിസൈലിൻ്റെ മദർ വന്നതിന് ശേഷം ജിസൈലിൻ്റെ കളിയും പോയി, ചീട്ടും കീറി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഭവം. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ഗൈസ് ആൻഡ് ബൈ ബൈ.